ഹലോ ഗൈസ് ആൻഡ് കോമിക് കേരള. സോ ഗൈസ്, നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ ഡെഡ്പൂൾ മൂവി എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നത്. സോ അതിൽ വന്ന നമ്മുടെ ഡെഡ്പൂൾ കോപ്സ്, അതായത് ഒരു 100ഓളം ഡെഡ്പൂൾ മൾട്ടിവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന മൂവി കണ്ടിട്ടുണ്ട്. സോ അതിൽ നമ്മൾ ഡീറ്റെയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യും. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഡെഡ്പൂളിൽ നമ്മുടെ ബോക്സ് ഓഫീസിൽ നിന്ന് അങ്ങ് പഞ്ഞി കിട്ടി പോവുകയാണ്. സോ ഈ ഒരു പോക്കിൽ പോവുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി അടുത്തൊരു വീക്കിൽ തന്നെ ഈ ഒരു മൂവി 1 ബില്യൺ അടിച്ചിരിക്കും. എന്തായാലും മാർവൽ പറയുന്നത് ഇത് 1.5 ബില്യൺ അടിക്കും. നമുക്ക് നോക്കാം. എന്തായാലും 1 ബില്യൺ അടിക്കും അടുത്ത വീക്ക് കൂടി, അത് ഉറപ്പ് തന്നെയാണ് ഈ ഒരു കളക്ഷൻ വെച്ചാണെങ്കിൽ. സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ എത്ര പേര് ആ ഇൻട്രൊഡക്ഷൻ സമയത്തുള്ള ആ ഒരു സോങ് ബൈ 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 ആ സോങ് നിങ്ങൾ എത്ര പേര് ആ ഡെഡ്പൂൾ മൂവി കണ്ട സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? സത്യം പറയാം, ഞാൻ അത് കണ്ട ശേഷം ഇപ്പം ആ ഒരു പാട്ടിലെ കട്ട അഡിക്റ്റാണ്. ഞാനിപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ ബസ്സിൽ ഇരുന്ന് ആ പാട്ടാണ് കേൾക്കുന്നത്. സോ നിങ്ങൾക്ക് എത്രയൊക്കെ ആ പാട്ട് ഇഷ്ടപ്പെടുന്ന താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് മെയിൻ കണ്ടന്റിലേക്ക് പോകാം. അതായത് നമ്മുടെ മൾട്ടിവേഴ്സ് സമയത്ത് നമ്മുടെ ആ പോർട്ടൽ ഓപ്പൺ ആവുന്ന സമയത്ത് ഒരുപാട് ഡെഡ്പൂൾ കോപ്സ് വരുന്നുണ്ട്. ഇത് എല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും അതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അവർ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഉള്ള വെച്ച് നമുക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. സോ ഗൈസ്, നമുക്ക് ഇപ്പോൾ തന്നെ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മൂവിയിൽ നമ്മുടെ അപ്പിയറൻസ് എത്തിയ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേർഷൻസ് തുടങ്ങുമ്പോൾ ഒന്നാമത്തെ കാറ്റഗറി നമ്മുടെ ഡോഗ് പൂൾ. സോ ഗൈസ്, ഡോഗ് പൂൾ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. അതായത് കൊമിക്സിലാണെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഒരു കുപ്പത്തോട്ടിയിലുള്ള ഒരു തെരുവ് നായയാണ്. ആ തെരുവ് നായ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി ഏകദേശം നമ്മുടെ ഡെഡ്പൂളിനെ പോലെ ഒരു ഹീലിംഗ് ഫാക്ടർ ഉള്ള ഒരു ഡോഗ് തന്നെയാണ്. പിന്നെ നമ്മുടെ ഡെഡ്പൂൾ ആ നായയെ എടുത്ത് വളർത്തും. അങ്ങനെ ഒരു സ്റ്റോറിയാണ് ആ കൊമിക്സിലുള്ളത്. സോ മൂവി ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ മൂവിയിലും ഈ ഒരു കൊമിക്സ് തമ്മിൽ വ്യത്യാസം എന്ന് പറയുമ്പോൾ മൂവിയിൽ ഇത് പെൺ ഡോഗ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്, എന്നാൽ കൊമിക്സിൽ അതൊരു ആൺ ഡോഗാണ്. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മൂവിയിൽ ഈ ഒരു ക്യാരക്ടർ അപ്പിയറൻസ് ഉണ്ട്. അതായത് ഈ ഒരു ഡെഡ്പൂളിൻ്റെ വേർഷൻ എന്ന് പറഞ്ഞാൽ നൈസ് പൂൾ എന്നാണ് പറയുന്നത്. സോ ഇത് സാധ്യം പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഡെഡ്പൂൾ അല്ല, ഇതൊരു സാധാരണ ഒരു വെയ്റ്റ് വിൽസൺ ആണ്. അതായത് അത് മൂവി കണ്ടവർക്ക് മനസ്സിലാവും. സോ അടുത്ത വേർഷനോട്ട് പോകും. അപ്പോൾ അടുത്ത വേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേഡി ഡെഡ്പൂളാണ്. സോ ഗൈസ്, ഈ ഒരു മൂവിയിൽ ലേഡി ഡെഡ്പൂളിൻ്റെ മുഖംമൂടി ഊരിയൊന്നും കാണിക്കണമെങ്കിലും നമ്മുടെ ഡെഡ്പൂളായിട്ട് ആഡ് ചെയ്ത റിയാൻ റെയ്നോൾഡ്സിൻ്റെ വൈഫാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളതെന്നാണ് കാണിച്ചിട്ടുള്ളത്. ടൈറ്റിൽ കാർഡിൽ പുള്ളിക്കാരുടെ പേര് എഴുതിയിട്ടുണ്ട്. സോ ഇതിൽ മൂവീസിലാണെങ്കിൽ വലിയ ഇതൊന്നും കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാൽ കൊമിക്സിൽ ഈ ഒരു ക്യാരക്ടർ നല്ല ഇമ്പോർട്ടൻറ്റ് റോൾ ഉള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. സോ അടുത്ത വേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്പൂളാണ്. സോ ഗൈസ്, ഈ ഒരു മൂവിയിൽ ശരിക്കും പറഞ്ഞാൽ കിഡ്പൂൾ ആണായിട്ടാണ് കാണിക്കുക, എന്നാൽ കൊമിക്സിൽ കിഡ്പൂൾ എന്ന ഫീമെയിൽ ക്യാരക്ടറാണ്. പിന്നെ ഈ ഒരു മൂവിയിൽ കിഡ്പൂളായിട്ട് നമ്മൾ റോൾ പ്ലേ ചെയ്തിരിക്കുന്ന റിയാൻ റെയ്നോൾഡ്സിൻ്റെ മോൻ തന്നെയാണ്. സോ അടുത്ത വേർഷൻ എന്ന് പറഞ്ഞാൽ ഹെഡ്പൂൾ എന്ന് പറയും. ഹെഡ്പൂൾ എന്നൊരു ക്യാരക്ടർ ഈ മൂവിയിൽ 2-3 സീനിൽ കാണിക്കുന്നൊക്കെ ഉണ്ട്. സോ ഗൈസ്, ശരിക്കും പറഞ്ഞാൽ കൊമിക്സ് ഒക്കെ ആണെങ്കിൽ ഇതൊരു മാർവൽ സോംബീസ് ആ യൂണിവേഴ്സിലുള്ള ഒരു ഹെഡ്പൂളാണ്, അതാണ് കൊമിക്സിലുള്ളത്. സോ അടുത്ത വേർഷൻ എന്ന് പറഞ്ഞാൽ കൗബോയ് ഡെഡ്പൂൾ. സോ ഗൈസ്, ഈ കൗബോയ് ഡെഡ്പൂളിൽ ശരിക്കും പറഞ്ഞാൽ ഈ മൂവിയിൽ ജസ്റ്റ് ഒരു ക്യാമിയോ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റോളിൽ നമ്മളെ വോയിസ് കൊടുത്തത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഇൻഡസ്ട്രിയലിലുള്ള കൂപ്പറായിട്ട് വന്ന ആ ഒരു ആക്ടറാണ് ഈ ഒരു മൂവിയിൽ വോയിസ് കൊടുത്തിട്ടുള്ളത്. അടുത്തൊരു വേർഷൻ ഓഫ് ഡെഡ്പൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രൈക്കർ ഡെഡ്പൂൾ എന്ന് പറയും. അതായത് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മുടെ റിയാൻ റെയ്നോൾഡ്സ് ശരിക്കും ഒരു ടീമിനെ ഓൺ ചെയ്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് റെഫറൻസ് ആയിട്ടാണ് ഇങ്ങനെ സ്ട്രൈക്കർ ഡെഡ്പൂൾ എന്ന് പറഞ്ഞ ഈ ഒരു മൂവിയിൽ കാണിച്ചിട്ടുള്ളത്. സോ അടുത്ത വേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻപൂൾ എന്ന് പറയും. ഇത് ജസ്റ്റ് ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ആ ഒരു സീനിൽ. പിന്നെ അടുത്തൊരു വേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമുറായി ഡെഡ്പൂൾ എന്ന് പറയും. പിന്നെ നമ്മൾ കണ്ടത് കുറച്ച് നിങ്ങൾക്ക് തോന്നിക്കണം ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേർഷൻ ഓഫ് ഡെഡ്പൂൾ നമ്മൾ കണ്ടാണ്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഡെഡ്പൂൾ 2099 ആണ്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫീമെയിൽ ക്യാരക്ടർ, അതായത് നമ്മുടെ വെയ്ഡ് വിൽസന്റെ മോളാണ് ഈ ഒരു ക്യാരക്ടർ വരുന്നത് കൊമിക്സിൽ. പിന്നെ നമ്മൾ കണ്ടത് നമ്മുടെ വേൾഡ് വാർ ഡെഡ്പൂൾ കണ്ടിട്ടുണ്ട്. സോ ഗൈസ്, ഇത് ശരിക്കും പറഞ്ഞാൽ മാസ്ക് വെച്ചിരിക്കുന്ന പുള്ളിക്കാരന് കൊമിക്സിൽ ലങ്സിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായാണ് വെച്ചിട്ടുള്ളത്.